നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു ടോപ്പിക്ക് ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ലീനിയർ ഓൾജിബ്രയാണ്. അത് മെട്രിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളായിട്ട് ചെയ്യുന്നത്. നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇന്ന് സിലബസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സും എക്ലോൺ ഫോമുമാണ് ഇന്നത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനും എന്താണ് എക്ലോൺ ഫോം, എന്താണ് റാങ്ക് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. നോക്കി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് മെട്രിക്സ് എന്താണെന്നും വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എക്ലോൺ ഫോം എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സിൻ്റെ ഫോമും പിന്നെ അടുത്ത് റാങ്ക് ഓഫ് എ മെട്രിക്സുമാണ് ഇന്നത്തെ ടോപ്പിക്കിനകത്തുള്ള. നമ്മുടെ സിലബസിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ്. ഉറപ്പായിട്ട് എക്സാമിന് ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എക്ലോൺ ഫോമും പിന്നെ അടുത്ത് പഠിക്കാൻ എക്ലോൺ ഫോം, അതായത് ടൈപ്പ് ഓഫ് രണ്ട് തരം മെട്രിക്സ് ആണ്, എക്ലോൺ ഫോമും റോ റെഡ്യൂസ്ഡ് ഫോമും. ഞാനിവിടെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ അതിനൊരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു മെട്രിക്സിൻ്റെ തന്നിട്ടുണ്ടായിരിക്കും A = 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഡെഡ്യൂസ് ചെയ്യും. ഡെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ റോകളെ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിനെ അടുത്ത് എനിക്ക് റോയെ തമ്മിൽ ഞാൻ ഇങ്ങനെ R2 = R2 - 4R1, അതായത് R1 എന്ന് പറയുന്ന റോയിലൂടെ 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തിനാണെന്നൊക്കെ പിന്നെ പറഞ്ഞുതരാമേ. 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റോയുടെ കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ R2 + R1 അല്ലെങ്കിൽ R2 - R1 ഒരു റോയുടെ കൂടെ ഇപ്പോൾ 4 × R1 ഇതേപോലെ R2 - 4R1 ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാമേ. R2 - 4R1 എന്ന് പറഞ്ഞാൽ R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 4 മൈനസ് R1ലെ ഫസ്റ്റ് എലമെൻറ്റ് 1. ഇപ്പോൾ 4 × 1 = 0. സോ ഇയാൾ 0 ആയിപ്പോയി. അടുത്ത് നോക്കിക്കുക, R2 - 4R1 എന്ന് പറഞ്ഞാൽ R2ലെ സെക്കൻഡ് എലമെൻറ്റ് 5 മൈനസ് 4 × R1ലെ സെക്കൻഡ് എലമെൻറ്റ് 2. അപ്പോൾ 5 - 8 എന്ന് പറഞ്ഞാൽ -3 ആണ്. സോ ഇവിടെ ഞാൻ -3 എഴുതി. അടുത്ത R2ലെ തേർഡ് എലമെൻറ്റ് ദാറ്റ് ഈസ് 6 മൈനസ് 4 × 3 6 - 12 വിച്ച് ഈസ് ഈക്വൽ ടു -6. അതിവിടെ എഴുതി. അപ്പം ഇതെല്ലാം എന്തുവാണ്? റോ ട്രാൻസ്ഫർമേഷനാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് രണ്ട് റോകളെ തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഒരു റോയുടെ കൂടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു റോയിൽ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ചെയ്യുക, ഒരു റോയുടെ കൂടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു റോയുമായിട്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഇതൊക്കെ എന്തുവാണ്? റോ ട്രാൻസ്ഫർമേഷനാണ്. ഇത് നമ്മൾ +2 പഠിച്ചതാണ്. ഇങ്ങനത്തെ റോ ട്രാൻസ്ഫർമേഷൻ നടത്തി ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. അതിപ്പോൾ 1 2 3 0 1 2 0 0 1 എന്ന് പറഞ്ഞ ഫോമിൽ ചേഞ്ച് ചെയ്ത് ഇത് എക്ലോൺ ഫോമാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല. ഈ മെട്രിക്സിനെ എങ്ങനെ ഡെഡ്യൂസ് ചെയ്തു എന്ന് വെച്ചോളൂ. ഇങ്ങനെ ഡെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് എക്ലോൺ ഫോമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡെഫിനേഷനിലേക്ക് നമുക്ക് പോകാം. എക്ലോൺ ഫോം എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? നമുക്കിത് കാണുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ എഴുതാം. A = 1 - 1 2 0 0 1 0 0 0. ഇതും എക്ലോൺ ഫോമാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ എക്സാമ്പിളും ഒരു എക്ലോൺ ഫോമാണ്. വേറൊരു എക്സാമ്പിൾ A = 1 - 1 2 0 3 4 0 0 1. ഇത് എക്ലോൺ ഫോം അല്ല. ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ് എക്ലോൺ ഫോം അല്ല. മറ്റൊരു എക്സാമ്പിൾ A = 2 3 4 0 1 2 0 0 3. ഇതും എക്ലോൺ ഫോം അല്ല എന്ന് ഞാൻ പറയുവാണ്. ഇത് രണ്ടും എക്ലോൺ ഫോം അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും എക്ലോൺ ഫോം ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വെച്ചിട്ട് എക്ലോൺ ഫോമിൻ്റെ ഡെഫിനേഷനിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ എക്ലോൺ ഫോം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഡെഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഇവിടെ എല്ലാം ഒന്ന് നോക്കിക്കേ. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, 1 എന്നോ 2 എന്നോ 3 എന്നോ എന്ത് തന്നെ ആയിക്കോട്ടെ. ഇവിടെ 2 എന്നോ വന്നേക്കുന്നത്, ഇവിടെ എല്ലായിടത്തും 1 ആണ്. ഞാൻ എഴുതിയപ്പോൾ അറിയേണ്ടതൊന്നും വന്നു പോയതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ നോൺ സീറോ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓരോ റോയിലെ ആദ്യത്തെ എലമെൻ്റാണ്, സീറോ അല്ല, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇത് നിങ്ങളുടെ ഒബ്സർവേഷൻ മാത്രമാണ്. പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ് ഈ പറഞ്ഞു തന്നെ. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴോട്ട് എന്താ വന്നിരിക്കുന്നത്? 0. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0. ആദ്യത്തെ റോയിലും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0. ഇതിലും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0. അപ്പം നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷനായി എന്തുവാണ്? ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴേക്കുള്ള എലമെൻറ്റ്സ് 0 ആയിരിക്കണം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഡെഫിനേഷനിലേക്ക് എത്താൻ എളുപ്പമാണ്. ഓക്കെ, വേറൊരു ഒബ്സർവേഷൻ ശ്രദ്ധിച്ചോ. ഓരോ റോ കഴിയുമ്പോഴും
ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1ന് മുന്നേ വേറെ എലമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ 1 ആണ്. അതിന് മുന്നേ എന്താ ഉള്ളത്? ഒരു സീറോയുടെ ഒരു സീറോയാണ് ഉള്ളത്. ശ്രദ്ധിച്ചാലോ, എത്ര നമ്പർ സീറോയുടെ എണ്ണം എത്ര? ഒരെണ്ണം. അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. അതിന് മുന്നേ എത്ര സീറോ ഉണ്ട്? 2 സീറോ. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഓരോ റോ കഴിയും തോറും ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിന് മുന്നേ ഉള്ള സീറോയുടെ എണ്ണം കൂടുന്നു. അതിനകത്തല്ലേ? ഇവിടെയും കൂടെ നോക്കാം. ഇത് എക്ലോൺ ഫോം എന്ന് ഞാൻ പറഞ്ഞേ, ഇതും എക്ലോൺ ഫോമാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ മുന്നേ ഉള്ള സീറോയുടെ എണ്ണം അവിടെ എലമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുന്നേ സീറോയുടെ എണ്ണം 2 എണ്ണം. അടുത്തിവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇല്ല, പക്ഷേ സീറോയുടെ എണ്ണം കൂടിക്കൊണ്ടായിരിക്കുന്നത് അല്ലേ? അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഓരോ റോ കഴിയുമ്പോഴും സീറോയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ആർക്ക് മുന്നുള്ള? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുന്നേ ഉള്ള സീറോയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എന്തുവാണ്? നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലമെൻറ്റ്. ആദ്യത്തെ ലീഡിങ് എലമെൻറ്റിന് മുന്നേ ഓരോ റോ കഴിയും തോറും എന്ത് ചെയ്യുകയാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇവിടെ എല്ലായിടത്തും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. 3യുടെ മുന്നേ ഒരു സീറോ, അടുത്ത നോൺ സീറോ 1 ആണ്, അതിന് മുന്നേ 2 സീറോ. അപ്പോൾ ഫസ്റ്റ് ഈ സെക്കൻഡ് റോയിലുള്ള സീറോയെക്കാളും കൂടുതലാണ് തേർഡ് റോയിലെ സീറോയുടെ എണ്ണം. അതേ കേസ് ഇവിടെയും ബാധകമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് രണ്ടും എക്ലോൺ ഫോം അല്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും എക്ലോൺ ഫോം ആകുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വേറൊരു വ്യത്യാസം എന്താ നിങ്ങൾക്ക് കാണുന്നത്? വെറുതെ ഒരു കുഞ്ഞു കുട്ടി നോക്കുമ്പോൾ കാണുന്ന പോലത്തെ ഡിഫറൻസ്. എല്ലായിടത്തും ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ഇവിടെയും ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരുന്നു. പക്ഷേ ഇതിൽ ബാക്കി എല്ലാ എക്ലോൺ ഫോമിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിലും എന്തുവാണ് ഇവിടെ പറ്റാത്തത്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 അല്ലാണ്ടായി. കാരണം ഇവിടെ ഫസ്റ്റ് റോയിൽ ഓക്കെ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 3, തേർഡ് റോയിൽ 1 ആയി, പക്ഷേ ഇവിടെ 3 ആ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ആകെ വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 അല്ല 2 ആണ് കിടക്കുന്നത്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1, അത് ഓക്കെ നമുക്ക്. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 3. അപ്പം ഇതിലാണ് ഇതിൻ്റെ രണ്ടും വ്യത്യാസം. എക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ അതാണ്, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓഫ് ഈച്ച് റോ ഈസ് 1. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഉണ്ടല്ലോ 1 1 1 അല്ലെങ്കിൽ ഇവിടുത്തെ 0 1, ഇതിനകത്താണെങ്കിൽ 1 3 1, ഇവർക്കൊരു പേരുണ്ട്. ആ പേരാണ് പിവറ്റ് എലമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലീഡിങ് എലമെൻറ്റ്. പിവറ്റ് എലമെൻറ്റ് ഓർ മറ്റൊരു പേരെന്തുവാണ്? ലീഡിങ് എലമെൻറ്റ്. പിവറ്റ് എലമെൻ്റ് എന്നോ ലീഡിങ് എലമെൻ്റ് എന്നോ പറയാം. അത് ഡെഫിനിഷൻ വായിച്ചു നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഒരു റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, എന്താ പറയുക? ഫസ്റ്റ് എലമെൻ്റ് അല്ല, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, അതായത് പിവറ്റ് എലമെൻറ്റ് എന്തായിരിക്കണം? എക്ലോൺ ഫോം ആണെങ്കിൽ 1 ആയിരിക്കണം. പക്ഷേ ഈ മെട്രിക്സിനകത്ത് 1 അല്ലാതെ വരുന്നു. അതെന്ത് മെട്രിക്സ് ആണെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് എക്ലോൺ ഫോമിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓഫ് ഈച്ച് റോ ഷുഡ് ബി 1. ആ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ പറയുന്ന പേരെന്തൊക്കെയാണ്? പിവറ്റ് എലമെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലീഡിങ് എലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നമ്മളിവിടെ ഒബ്സർവ് ചെയ്ത കണ്ടീഷൻ, ഓരോ റോ കഴിയുമ്പോഴും സീറോയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതായത് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള റോയിലെ സീറോയുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അടുത്ത റോയിലെ സീറോയുടെ എണ്ണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലമെൻറ്റ്, അതായത് പിവറ്റ് എലമെൻറ്റിന് മുന്നേ ഉള്ള സീറോയുടെ എണ്ണം ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? ദെൻ ദ പ്രിസീഡിങ് റോ, തൊട്ട് മുന്നേ ഉള്ള റോയേക്കാളും. ഇവിടെ നോക്കി, എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഈ റോയിലുള്ള സീറോയുടെ ഈ റോയിൽ വരുന്ന സീറോയുടെ എണ്ണത്തെക്കാളും കൂടുതലാണ് അടുത്ത റോയിൽ, അല്ലെങ്കിൽ തൊട്ട് മുന്നേയുള്ള റോയിലുള്ള സീറോയുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അടുത്ത റോയിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലമെൻറ്റ് ഇൻക്രീസസ് ദാൻ ദ പ്രിസീഡിങ് റോ. തൊട്ട് മുന്നേയുള്ള റോയിലെ സീറോയുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും അടുത്ത റോയിലുള്ള സീറോയുടെ എണ്ണം. ഇതാണ് ഡെഫിനിഷൻ. നമുക്ക് ഡെഫിനിഷൻ വേണ്ട, നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ഈ ഒരു കാര്യം ആലോചിച്ചത്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് താഴെയുള്ള ആൾക്കാരെല്ലാവരെയും സീറോ ആക്കുക. ഓക്കെ, എലമെൻറ്റ്സ് ബിലോ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഷുഡ് ബി 0 എന്ന് ആലോചിച്ച് പ്രോബ്ലം ചെയ്ത് പോയാൽ മതി. ഈ കണ്ടീഷനൊക്കെ തനിയെ അങ്ങ് സാറ്റിസ്ഫൈ ചെയ്തോളും. ഇതാണ് എക്ലോൺ ഫോം. അപ്പോൾ എക്ലോൺ ഫോമിൽ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടേ. അപ്പം ഞാൻ ഇവിടെ വേറെ ഒരു മെട്രിക്സ് എഴുതി കാണിച്ചു നിങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇത് എക്ലോൺ ഫോം അല്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ കണ്ടീഷനും എക്ലോൺ ഫോം പോലെ തന്നെയാണ്. എന്ത് മാത്രമേ ഇവിടെ വ്യത്യാസം വന്നുള്ളൂ? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയില്ല. അങ്ങനെയുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്ലോൺ ഫോമും റോ റെഡ്യൂസ്ഡ് ഫോമും തമ്മിൽ ആകെയുള്ള വ്യത്യാസം എന്ത് തന്നെയാണ്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആകണം എന്ന് നിർബന്ധമില്ല. നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലമെൻറ്റ് ഇൻക്രീസസ് ദാൻ ദ പ്രിസീഡിങ് റോ എന്നുള്ള കണ്ടീഷൻ സെയിം തന്നെയാണ്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഓഫ് ഈച്ച് റോ ഷുഡ് നോട്ട് ബി 1 ആവണം എന്നില്ല. സെയിം ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, ഇഫ് ദ ലീഡിങ് എലമെൻറ്റ് ഈസ് നോട്ട് 1, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് തന്നെ എഴുതാം കേട്ടോ. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് of each row is not 1 അല്ല, should not be 1 is not 1. ഇത് വേണ്ട, നമുക്ക് അതാവുമ്പോൾ നമ്മൾ ആ ഡെഫിനേഷനായിട്ട് ഒന്ന് പോലെ കിടപ്പുണ്ട്. ഈ ലൈൻ തന്നെ എഴുതി വെക്കുമ്പോൾ. ഓക്കെ, അപ്പം എക്ലോൺ ഫോം എന്താ, റോ റെഡ്യൂസ്ഡ് ഫോം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും.
ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്കോ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്കോ ആ മെട്രിക്സിനെ ചേഞ്ച് ചെയ്യണം. തന്നിരിക്കുന്ന മെട്രിക്സിനെ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എക്ലോൺ ഫോമിലായാലും റോ റെഡ്യൂസ്ഡ് ഫോമിലായാലും റോ ട്രാൻസ്ഫോർമേഷൻ വഴി അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പം എത്ര റോയിൽ എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. ഇത് കണ്ടോ, തന്നിരിക്കുന്ന മെട്രിക്സ് ഞാൻ റെഡ്യൂസ് ചെയ്തെടുത്തതാണ്. റെഡ്യൂസ് ചെയ്ത് എക്ലോൺ ഫോമിലേക്ക് കഴക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്ര റോയിലെ എലമെൻ്റ് ഉള്ളത്? ഫസ്റ്റ് റോയിൽ എലമെൻ്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ എലമെൻ്റ് ഉണ്ട്, തേർഡ് റോയിൽ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ഇങ്ങനെ ഡിനോട്ട് ചെയ്യണേ. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്ര റോയിൽ എലമെൻ്റ് ഉണ്ട് ആഫ്റ്റർ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം ഓർ റോ റെഡ്യൂസ്ഡ് ഫോം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ എക്ലോൺ ഫോമിലാക്കിയിരിക്കുന്നത്. ഇവിടെ എത്ര റോയിൽ എലമെൻ്റ് ഉള്ളൂ? ഫസ്റ്റ് റോയിൽ എലമെൻ്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ എലമെൻ്റ് ഉണ്ട്, തേർഡ് റോയിൽ എലമെൻ്റ് ഇല്ല. സോ ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 2 റോയിലെ എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ നോക്കിക്കേ, ഇതിപ്പോൾ എക്ലോൺ ഫോം അല്ല, റോ റെഡ്യൂസ്ഡ് ഫോം ആണ്. എന്നാലും ഇതിനകത്തും എത്ര റോയിലെ എലമെൻ്റ് ഉള്ള? 3 റോയിലെ എലമെൻ്റ് ഉണ്ട്. സോ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. ഇതിനകത്താണെങ്കിലും റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് ഇപ്പോൾ ഡെഫിനിഷനിലോട്ട് എത്തി. നമ്മൾ ആഫ്റ്റർ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം ഓർ ആഫ്റ്റർ റെഡ്യൂസിങ് ടു റോ റെഡ്യൂസ്ഡ് ഫോം നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതാണ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതി കാണിക്കാം. നോക്കിക്കേ, റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനിഷൻ ചെയ്തിട്ടുണ്ട്. റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ? ആഫ്റ്റർ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തതിന് ശേഷം എത്ര റോ ഉണ്ട് എന്നുള്ള എണ്ണത്തിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. റാങ്കിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ആർ ഓഫ് എ എന്നുള്ള ഫോമിലാണ്. റാങ്ക് ഓഫ് എ, റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ഇസ് ഡിനോട്ടഡ് ബൈ ആർ ഓഫ് എ. ഓക്കെ, അപ്പോൾ കൂടുതൽ നോട്ട് വേണ്ട, ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കേ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തതിന് ശേഷം റാങ്ക് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മിക്കേണ്ടത് എന്താ? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം. അത് നമുക്ക് ഏറ്റവും അവസാനം ആലോചിച്ചാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്, ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴേക്കുള്ള ആൾക്കാർ 0 ആവണം. ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആലോചിക്കേണ്ടത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? 1. ഫസ്റ്റ് റോയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഫസ്റ്റ് റോയിൽ എനിക്ക് വലിയ ചേഞ്ചസ് വരുത്താനില്ല. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഈസ് 1. അപ്പോൾ അതിന് താഴേക്കുള്ള ഈ 4 1 0 ആക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇത് ഈ മെട്രിക്സിന് ഇക്വലൻ്റ് ആണ്. ഞാൻ ഈ റോ ഓപ്പറേഷൻ ചെയ്താൽ ഇത് പഴയ മെട്രിക്സിന് ഇക്വലൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇക്വലൻ്റ് സിമ്പിളാണ് ഇടേണ്ടത്, ഒരിക്കലും ഈക്വൽ ടു സിമ്പിൾ അല്ല ഇടേണ്ടത്. ഓക്കെ, അപ്പം ബൈ റോ റിഡക്ഷനാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയെ നമ്മൾ അനക്കുന്നില്ല, അതുപോലെ തന്നെ എഴുതി വെച്ചു. സെക്കൻഡ് റോ നോക്കിക്കോളേ. സെക്കൻഡ് റോ എനിക്ക് ഫസ്റ്റ് റോയിൽ താഴെ എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ 4നെ 0 ആക്കണം, 1നെ 0 ആക്കണം. 4നെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? R2 ഇംപ്ലൈസ് R2 മൈനസ് 4R1. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കേ, R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 4 മൈനസ് 4 ഇൻറ്റു R1ലെ ഫസ്റ്റ് എലമെൻറ്റ് 1. അപ്പോൾ 4 മൈനസ് 4 0 വന്നില്ലേ? അടുത്ത R2 മൈനസ് 4R1 സെക്കൻഡ് എലമെൻറ്റ് ചെയ്തേ. 5 മൈനസ് 4 ഇൻറ്റു 2. 5 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? -3. അതിനെന്ത് ഇവിടെ രണ്ടാമത് എഴുതി. അടുത്ത 6 മൈനസ് 4 ഇൻറ്റു ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3. R2ലെ തേർഡ് എലമെൻറ്റും R1ലെ തേർഡ് എലമെൻറ്റും ഈ ഫോമുല യൂസ് ചെയ്തു. അപ്പോൾ 6 മൈനസ് 12 എന്ന് പറഞ്ഞാൽ എന്താ പറയണേ? -6. സോ അത് ഞാനിവിടെ എഴുതി. ഓക്കെ, അടുത്ത് നോക്കിയിട്ട് എനിക്ക് ഈ 1നെ കൂടെ 0 ആക്കണം. ഈ 1ഉം ഈ 1ഉം കൂടെ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ പോരെ. പക്ഷേ അത് എഴുതുമ്പോൾ എങ്ങനെയാണ്? R3 ഇംപ്ലൈസ് R3 മൈനസ് R1 എന്ന് എഴുതണം. 1 മൈനസ് 1 0 ആണ്. ദെൻ 1 മൈനസ് 2 എന്ന് പറയുമ്പോഴേക്കും -1 ആണ്. തേർഡ് എലമെൻറ്റ് 1 മൈനസ് ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് 3. ഇപ്പോൾ 1 മൈനസ് 3 എന്ന് പറയുമ്പോഴേക്കും -2. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഏത് റോയുടെ താഴെയാണോ 0 ആക്കുന്നത് ആ റോ കൊണ്ടാണ് ഞാനിവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആരെയാണ് 0 ആക്കേണ്ടത് അയാളങ്ങനെ ആദ്യം എഴുതിയിരിക്കുന്നത്. എപ്പോഴും ആർക്ക് താഴെയാണ് R1 കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതിനെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോബ്ലം ചെയ്യാം. പക്ഷേ ഇതുപോലെ തന്നെ പ്രോബ്ലം ഫോളോ ചെയ്താൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഡറിൽ ഫോളോ ചെയ്താൽ ഏത് റോയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫിക്സ് ചെയ്ത റോ എടുത്തിട്ട് എന്ത് ചെയ്യണം? മറ്റേ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയുടെ താഴേക്ക് 0 ആവുക എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് അതെന്താണ്? ഇവിടുത്തെ -3. അതിന് താഴെയുള്ള ആൾ ഈ -1നെ 0 ആക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വലൻ്റ് ടു 1 2 3. എനിക്ക് ഫസ്റ്റ് റോയ്ക്ക് ഒരു പണിയില്ല, അതിനെ ഞാൻ എഴുതി നിർത്തി. സെക്കൻഡ് റോയുടെ താഴേക്കാണ് 0 ആക്കണം. അപ്പോൾ സെക്കൻഡ് റോയാണ് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. 0 -3 -6. ആ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴേക്ക് 0 ആക്കുകയാണ്. അതായത് R3ലെ ഈ -1 എന്നുള്ള സ്ഥാനത്താണെങ്കിൽ 0 വേണ്ട. R3 ഇംപ്ലൈസ്
R3 അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ആ R3യുടെ കൂടെ ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു R3. 3 ഇൻറ്റു R3 എന്ന് പറയുമ്പോൾ ഇവിടെ -3 വരും. -3യും -R2 സെക്കൻഡ് റോയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ആ സെക്കൻഡ് റോ യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ നോക്കിക്കേ, ഫസ്റ്റ് റോ 0 - 0 0 എന്ന് വരെ വരും. 3 ഇൻറ്റു R3 എന്ന് പറഞ്ഞാൽ അത് -3 ആവും. 3 ഇൻറ്റു -1 ആണ് -3 എന്ന് എഴുതിയത്. മൈനസ് R2ലെ ഫസ്റ്റ് എലമെൻറ്റ് -3 ആണ്. സോ ഇത് -3 ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ 3 + 3 -3യും +3യും കൂടി അത് 0 ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യം കണ്ടെത്തി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കാനായിരുന്നു ലക്ഷ്യം. അതിനാണ് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തത്. കറക്റ്റായിട്ട് 0 വന്നു. അടുത്ത് നോക്കിക്കേ, തേർഡ് റോയിലെ തേർഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ -2. -2 ഇൻറ്റു എന്ത് ചെയ്യണം, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു -2 -R2. R2ലെ എലമെൻറ്റ് എന്താണ്, -6. അപ്പോൾ 3 ഇൻറ്റു -6 -R2 നമ്മുടെ ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടി ഇത് +6 ആവും. ഓക്കെ, അപ്പോൾ -6 + 6 എന്ന് പറയുമ്പോൾ അത് 0 ആയിപ്പോയി. ഇപ്പോൾ ഇതെല്ലാവരും അങ്ങ് 0 ആയിപ്പോയി. പക്ഷേ ഇത് എക്ലോൺ ഫോം ആയോ? എക്ലോൺ ഫോം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കുക, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കുക, അതൊക്കെ ഓക്കെ. ഇനി നമ്മളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഓരോ റോ കഴിയുമ്പോഴും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ 0യുടെ എണ്ണം കൂടി വരണം. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് -3യുടെ മുമ്പുള്ള 0 ഒരെണ്ണം ആണെങ്കിൽ അതിൻ്റെ അടുത്ത റോയിൽ അതിനേക്കാളും 0യുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഒരു കണ്ടീഷൻ എന്തുവാണ്, ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. ബട്ട് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് -3 എന്ന് നടക്കണം. സോ അതിന് 1 ആക്കണം. അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ദിസ് ഈസ് ഇക്വലൻ്റ് ടു 1 2 3 അതുപോലെ തന്നെ എഴുതി. അടുത്ത് നോക്കിക്കേ, 1 2 3 ഞാൻ അതുപോലെ തന്നെ എഴുതി. അടുത്തത് R2 implies R2 by -3 എന്ന് എഴുതി. അപ്പോൾ 0 -3 by -3 എന്ന് പറയുമ്പോൾ 1 വരും. -6 by -3 എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരുന്നുണ്ട്. ബാക്കിയെല്ലാം 0 ആയിപ്പോയി. ഇനി എന്തുവാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോയുടെ എണ്ണം. അപ്പോൾ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആഫ്റ്റർ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം. എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എത്ര റോ ഉണ്ട് ഇവിടെ, 1 2 3 ഫസ്റ്റ് റോ സെക്കൻഡ് റോ 2 റോയേ ഉള്ളൂ. മൂന്നാമത്തെ റോ മൊത്തത്തിൽ 0 ആയി പോയി. സോ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2. ഇതാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തതിന് ശേഷം എത്ര നോൺ സീറോ റോസ് ഉണ്ട് എന്നുള്ളതാണ് റാങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ഫൈൻഡ് ദ റാങ്ക് എന്ന് മാത്രമേ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഇവിടെ വെച്ച് നിർത്തിയിട്ട് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. എക്ലോൺ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെ കൂടെ 1 ആക്കുന്ന രീതിയിലേക്ക് പോയാൽ മതി. അങ്ങനെ എക്ലോൺ ഫോം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞതിന് തെറ്റില്ല. ഓക്കെ, ഞാൻ ചിലപ്പോൾ എളുപ്പത്തിന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴേക്ക് 0 ആക്കുക എന്ന് ചിന്തിച്ചാൽ മതി എന്ന്. പക്ഷേ അത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. 3/3 2/2 ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഡയഗണൽ അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് താഴെ 0 ആക്കുക, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് മിക്കവാറും ഈ 5ൻ്റെ പ്ലേസിൽ തന്നെ ഈ പ്ലേസിൽ തന്നെ ആയിരിക്കും വരിക. ചില സമയത്തൊക്കെ ഒന്ന് അപ്പുറത്തോട്ട് മാറിയും വരാം. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പക്ഷേ വേണ്ട, നമ്മളിങ്ങനെ ആലോചിച്ചത് ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴോട്ട് 0 ആക്കുക എന്നുള്ള ആ ഒരു റൂള് ഫോളോ ചെയ്ത് പോയാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് നോക്കണം, അത് കഴിയുമ്പോഴും നോക്കേണ്ടത് ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിൽ 1 ആണോ നോക്കുക. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് മുന്നിലുള്ള 0യുടെ എണ്ണം കൂടുതലായൊന്ന് ഓരോ റോ കഴിയുമ്പോഴും കൂടി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് എക്ലോൺ ഫോമിലേക്ക് എത്തിക്കൊള്ളും. ഓക്കെ, അടുത്ത പ്രോബ്ലം പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബൈ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 1 - 1 0 2 1. അടുത്ത 3 1 1 - 1 2, ദെൻ 4 0 1 0 3, ദെൻ 9 - 1 2 3 7. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്, എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്. ഇവിടെ അതെന്തുവാണ്, 1 ആണ്. അതിന് താഴെയുള്ള ഈ 3 4 9 0 ആക്കുക. ഇത് ആലോചിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് റോയെ നമ്മൾ അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് റോയെ ഫിക്സ് ചെയ്ത് വെക്കുമ്പം 1 - 1 0 2 1 ഫസ്റ്റ് റോയെ ഫിക്സ് ചെയ്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് താഴെ 3 4 9 0 ആക്കണം. അപ്പോൾ R2നെ എന്താ ചെയ്യേണ്ടത്, R2 ഇംപ്ലൈസ് R2 - 3 R1 എന്ന് ചെയ്യുവാണ്. അപ്പോൾ R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. 3 - 3 വരുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, R2ലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 - 3 ഇൻറ്റു R1ലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 1 + 3 എന്ന് വരുമ്പോൾ അതെന്താണ്, 1 + 3 ഇസ് ഈക്വൽ ടു 4 ആണ് ഇവിടെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി R2ലെ തേർഡ് എലമെൻറ്റ് 1 ആണ്. -3 ഇൻറ്റു R1ലെ തേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 1 - 0 ഇസ് ഈക്വൽ ടു എന്തുവാ വരേണ്ടത്, ഇവിടെ 1 എന്നാണ് വരേണ്ടത്.
അടുത്ത R2ലെ ഫോർത്ത് എലമെൻറ്റ് -1 ആണ്. -3 ഇൻറ്റു R1. R1ലെ ഫോർത്ത് എലമെൻറ്റ് 2 ആണ്. സോ -1ഉം -6ഉം വരുമ്പം അവിടെ എന്താ വരേണ്ടത്? -7 വരേണ്ടത്. അടുത്ത് നോക്കിക്കേ, R2ലെ ഫിഫ്ത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. -3 ഇൻറ്റു R1ലെ ഫിഫ്ത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 - 3 എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? 2 - 3 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ 0 ആക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ, ഇത് 0 ആക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ സ്റ്റെപ്പ് ചെയ്തത്. പക്ഷെ അത് അതിന് മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ പോലെ ആ റോയിൽ ഫുൾ അപ്ലൈ ചെയ്ത് ആ റോ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് ആവശ്യം ഈ 4ൻ്റെ പ്ലേസിൽ 0 വരണം. സോ R4 ഇംപ്ലൈസ്, R4 അല്ല R3ലെ, R3 ഇംപ്ലൈസ് R3 -4R1. അപ്പോഴേ 4 - 4 എന്താകത്തുള്ളൂ? 0 ആകത്തുള്ളൂ. അപ്പോൾ R3ലെ ഫസ്റ്റ് എലമെൻറ്റ് 4 ആണ്. -4 ഇൻറ്റു R1, 4 ഇൻറ്റു R1 എന്ന് പറയുമ്പോൾ -4 തന്നെയാണ് വരണേ. അപ്പോൾ ആ എലമെൻറ്റ് 0 ആയി മാറി. അടുത്ത് നോക്കിക്കേ, R3ലെ സെക്കൻഡ് എലമെൻറ്റ് 0, -4 ഇൻറ്റു -1. അപ്പോൾ അതെന്താ വരിക? 4 എന്ന് വരും ഇവിടെ അല്ലേ. -4 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ അത് +4 എന്നാണ് വരണേ. അടുത്ത R3ലെ തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1, -4 ഇൻറ്റു R1ലെ തേർഡ് എലമെൻറ്റ് 0. സോ 1 - 0 ഇസ് ഈക്വൽ ടു -3. 1 - 0 ഇസ് ഈക്വൽ ടു -3 അല്ല, 1 - 0 ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത R3ലെ ഫോർത്ത് എലമെൻറ്റ് 0, -4 ഇൻറ്റു 2. അപ്പോൾ ഇത് വരേണ്ടത് എന്തുവാണ്? -8 എന്നാണ് വരേണ്ടത്. അടുത്ത R4ലെ ഫിഫ്ത്ത് എലമെൻറ്റ്, R3ലെ ഫിഫ്ത്ത് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 -4 ഇൻറ്റു ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 1. അപ്പോൾ 3 - 4 എന്ന് പറഞ്ഞാൽ -1. ഇനി നോക്കിക്കേ, നമ്മുടെ ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് എലിമെൻറ്റ് 1ൻ്റെ താഴെയുള്ള ആൾക്കാരെ 0 ആക്കുക എന്ന് പറയുമ്പോൾ 3ഉം 4ഉം ഞാനിപ്പോൾ 0 ആക്കി കഴിഞ്ഞു. ഇനി എൻ്റെ ആവശ്യം 9 0 ആക്കുക എന്നാണ്. അപ്പോൾ അവിടെ ഇതേപോലെ സ്റ്റെപ്പ് എഴുതുമ്പം R4 ഇംപ്ലൈസ് R4 -9 R1. അപ്പം 9 - 9 വരും 0 ആണ്. ഇതേപോലെ ആലോചിക്കുമ്പം -1 -9 ഇൻറ്റു -1. അപ്പോൾ -1 + 9 എന്ന് വരും. -1 + 9 എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വരേണ്ടത്? ഇവിടെ 8 ആണ് വരേണ്ടത്. അടുത്ത എലമെൻറ്റ് തേർഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 2, -9 ഇൻറ്റു തേർഡ് എലമെൻറ്റ്, ഇവിടുത്തെ R1ലെ തേർഡ് എലമെൻറ്റ് 0 ആണ്. സോ അതെന്താ വരിക? 2 എന്നാണ് വരുന്നത്. അതിൻ്റെ അടുത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് 3, -9 ഇൻറ്റു ഇവിടുത്തെ എലമെൻറ്റ് എന്താ? 2. അപ്പോൾ 3 - 18 എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? -15. അടുത്ത ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫിഫ്ത്ത് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 7 - 9 ഇൻറ്റു മുകളിലത്തെ എലമെൻറ്റ് എത്രയാണ്? ഫിഫ്ത്ത് എലമെൻറ്റ് ഈസ് 1. സോ 9 ഇൻറ്റു 1. അപ്പോൾ 7 - 9 എന്ന് പറഞ്ഞാൽ ഇവിടെ വരേണ്ടത് -2 ആണ്. സോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1ന് താഴെയുള്ള ആൾക്കാരെ മൊത്തം 0 ആക്കി. നമുക്ക് ഈ ഡയഗണലി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് നോക്കാം. ഇങ്ങനെയാണോ വരണേന്ന് അറിയില്ല, വെറുതെ എളുപ്പത്തിന് ഇങ്ങനെ നോക്കിയാൽ പറ്റുമെന്ന് അറിയാനായിട്ട്. അടുത്ത സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ എന്താണ്? 4 ആണ്. അതിന് താഴെയുള്ള ഈ 4ഉം 8ഉം ആണ് അടുത്ത് നമ്മൾ 0 ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 4 അതിൻ്റെ താഴെ 0 ആക്കാൻ നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ താഴെ 0 ആക്കാൻ നോക്കുമ്പോൾ ആദ്യത്തെ റോയ്ക്ക് ഇനി ഒരു ചേഞ്ചും ഇല്ല. ആദ്യത്തെ റോയിലെ ജോലി കഴിഞ്ഞു. 1 - 1 0 2 1. ഓക്കെ, അടുത്ത റോ നോക്കിക്കോളേ. അടുത്ത റോ എന്ന് പറയുന്നത് 4ന് താഴെയാണ് എനിക്കിനി 1 ആക്കാനുള്ളത്. 0 ആക്കാനുള്ളത്. ഈ രണ്ടുപേരെയാണ് 0 ആക്കാനുള്ളത്. സോ അത് ഞാൻ ആ സെക്കൻഡ് റോ എപ്പോഴത്തെ പോലെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി R3 ഇംപ്ലൈസ് R3 - R2. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് റോയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ആ റോ ആയിരിക്കും ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം R1 ആണ് യൂസ് ചെയ്തത്. R1 ആണ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ ഞാൻ R2 ആണ് ആദ്യമേ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഞാൻ യൂസ് ചെയ്യുന്നത് R2 ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ R3 - R2 എന്ന് പറയുമ്പം 0 - 0 0, 4 - 4 0. അടുത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 1 അല്ലേ. സോ 1 - 1 എന്ന് പറയുന്നത് 0. -8 -7. സോ -8 + 7 എന്ന് പറഞ്ഞാൽ ഇത് -1. ദെൻ -1 -1 +1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 0 വരും. ഓക്കെ, ഇനി R4 ഇംപ്ലൈസ് ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ 4 ആണല്ലേ. സോ R4 -2 ഇൻറ്റു R2 ചെയ്താൽ പോരെ? 2 ഇൻറ്റു R2. R4ലെ ഫസ്റ്റ് എലമെൻറ്റ് എന്തുവാണ്? 8 ആണ് ഫസ്റ്റ് എലമെൻറ്റ്. -2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ 8 - 8 എന്താ? 0 ആണ് വരുന്നത്. സോ ഇത് രണ്ടും 0 ആയി. അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കാമെന്ന് രണ്ടുപേരും 0 ആയി. ബാക്കി അതേ ഓപ്പറേഷൻ ബാക്കിയും കൂടി ചെയ്യുവാണ്. തേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 2 ഇൻറ്റു ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് 1. അപ്പോൾ 2 - 2 0 ആയി വന്നു അല്ലേ.
അടുത്ത നോക്കിക്കേ, അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, -15 -2 ഇൻറ്റു മുകളിലത്തെ എലമെൻ്റ് എന്താ -7. അപ്പം -15 + 14 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു -1. അടുത്ത് നോക്കിക്കോളേ, അടുത്ത എലമെൻറ്റ് -2 ഇൻറ്റു ഇവിടുത്തെ ഫിഫ്ത്ത് എലമെൻറ്റ് എന്താ -1. അപ്പോൾ -2 + 2 എന്ന് വരും. സോ അത് 0 ആയി. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി, തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് -1 ആണ്. അതിന് താഴെയുള്ള ഇയാളെ കൂടെ 0 ആക്കണം. എന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കി കഴിഞ്ഞുകൊണ്ട് ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, അതും അതുപോലെ തന്നെ എഴുതി. തേർഡ് റോയിൽ ഈ -1 താഴെയാണ് 0 ആക്കാൻ പോകുന്നത്. അപ്പോൾ 0 0 0 -1 0. അതിന് താഴെ 0 ആക്കാനായിട്ട് R4 implies R4 - R3. അപ്പോൾ ഇതെങ്ങനെ വരും, 0 0 0 -1 -1 കൂടെ +1 വരുമ്പോൾ ഇത് 0 0. ഇനി ഇത് നോക്കേണ്ടത് എന്താ, റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്ലോൺ ഫോം ആണോ എന്ന് ഇനിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് എലമെൻ്റ് എല്ലാം 1 ആണോ നോക്കിക്കേ. അല്ല, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. ബട്ട് ഇവിടെ 4 ആവുന്നേക്കുന്നത്, ഇവിടെ എന്താ വന്നിരിക്കുന്നത്, -1 ആവുന്നേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ആദ്യം 1 -1 0 2 1. സെക്കൻഡ് റോയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, R2 implies R2/4 ചെയ്യാണ്. അപ്പോൾ 0 1 4/4 1. അടുത്ത സ്റ്റെപ്പിൽ 1/4 -7/4 -1/4. R3 എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 അല്ല, അവിടെ -1 വന്നേക്കുന്നത്. സോ R3 implies R3 ഇൻറ്റു -1 ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ വരും, 0 0 0 1 0. ബാക്കി ലാസ്റ്റ് റോ മൊത്തത്തിലും 0 ആണ്. അപ്പം എക്ലോൺ ഫോമിന് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഏതാത്, ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എല്ലാം 1 ആയിരിക്കണം. 1 ആയി. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, ഓരോ റോയിലും 1ന് മുന്നേ ഉള്ള 0യുടെ എണ്ണം എന്ന് പറയുന്നത് കൂടി വരണം. ഇവിടെ സെക്കൻഡ് റോയിൽ 1 0 ഉള്ളൂ, അടുത്ത റോയിൽ 3 0 ഉണ്ട്, അടുത്ത റോയിൽ 5 0 ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് മെത്തേഡായി, ഇത് എക്ലോൺ ഫോം ആയി കഴിഞ്ഞു. Therefore റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്, ഫസ്റ്റ് റോയിലും എലമെൻ്റ് ഉണ്ട്, സെക്കൻഡ് റോയിലും എലമെൻ്റ് ഉണ്ട്, തേർഡ് റോയിലും എലമെൻ്റ് ഉണ്ട്. അപ്പോൾ റാങ്ക് 3 ആണ്. ലാസ്റ്റ് റോയിൽ മൊത്തത്തിൽ 0 ആയിപ്പോയി. അപ്പോൾ അത് റാങ്ക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ട എന്തുവാണ്, നമ്മൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് താഴോട്ട് 0 ആക്കണം. അങ്ങനെ ഫിക്സ് ചെയ്ത് വന്നാൽ മതി. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എക്ലോൺ ഫോമിലേക്ക് വന്നോളൂ. എക്ലോൺ ഫോം ആവാൻ എന്നിട്ട് നമ്മൾ എക്ലോൺ ഫോമിൻ്റെ ഡെഫിനിഷൻ ആലോചിച്ച് നോക്കണം. എക്ലോൺ ഫോമിൻ്റെ ഡെഫിനിഷൻ എന്താ, ആദ്യത്തെ എലമെൻ്റ് എല്ലാം 1 ആവണം. 1 അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് എന്താണോ ഫസ്റ്റ് എലമെൻ്റ് ഇവിടെ കിടക്കുന്നത് വെച്ചാൽ ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ എടുത്ത് നോക്കേണ്ടത് ഓരോ റോ കഴിയുമ്പോൾ 0യുടെ എണ്ണം കറക്റ്റ് ആണോ നോക്കണം. 0യുടെ എണ്ണം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാവേ. ഓക്കെ, എന്നോട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ബൈ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം ഫൈൻഡ് ദ റാങ്ക് ഓഫ് A = എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്തും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയിരിക്കണം അല്ലേ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 0, ഫസ്റ്റ് എലമെൻറ്റ് 0 കിടക്കുന്നത്, അതിൻ്റെ അടുത്താണ് നോൺ സീറോ എലമെൻറ്റ് 1 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ വരുന്ന കേസിൽ നോക്കേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിപ്പോയാൽ നോക്കേണ്ടത് അതിൻ്റെ താഴേക്ക് നോൺ സീറോ എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ അങ്ങ് എന്ത് ചെയ്യാൻ പോകണം, അതിനെ അങ്ങ് 0 ആക്കണം. അതിനെ 0 ആക്കണം എന്നല്ല, സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 0 ആണെങ്കിൽ നോക്കേണ്ടത് അതിൻ്റെ താഴോട്ടല്ല 0 ആണോ നോക്കണം. എങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. 0 അല്ലാണ്ട് നോൺ സീറോ എലമെൻറ്റ് ഉണ്ടെങ്കിൽ റോകളെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ആ 0 അങ്ങ് താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ R1 ഈസ് ഇൻ്റർചേഞ്ച്ഡ് ബൈ R2. അപ്പോൾ ഞാൻ സെക്കൻഡ് റോയെ ഫസ്റ്റ് റോ ആയിട്ട് ചെയ്തോളൂ. 1 0 2 1. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 0 1 -2 1. ഓക്കെ, ബാക്കിയെല്ലാം 1 -1 4 0 -2 2 8 0 എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഞാൻ ആകെ എന്താ ചെയ്തോളൂ, എനിക്ക് ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അല്ലെങ്കിൽ എനിക്കിവിടെ ഇപ്പോൾ 0 ആയിപ്പോയി കുഴപ്പമൊന്നുമില്ല. ഇവിടെ മൊത്തത്തിൽ 0 ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇവിടെ മൊത്തം 0 അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റോയെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. റോയെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം അതാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വലൈൻ ടു ഫസ്റ്റ് റോയെ ഞാൻ 1 0 2 1 എന്ന് എഴുതി. അടുത്ത സെക്കൻഡ് റോ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇപ്പോൾ 1 കിട്ടി, അതിൻ്റെ താഴേക്ക് 0 ആക്കണം. സോ ഇവിടെ 0 തന്നെയാണ്, അതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യേണ്ട. 0 1 -2 1 എന്ന് എഴുതി.
അടുത്ത നോക്കിക്കോണേ, R3 implies R3 minus R1. അപ്പോൾ 1 minus 1 0, minus 1 minus 0, അപ്പോൾ -1 എന്നാണ് ഇവിടെ വരേണ്ടത്. 4 minus 2 2, 0 minus 1 -1. ഓക്കെ, അടുത്ത R4 implies, R4ലെ എലമെൻറ്റ് എന്താ, -2 ആ ഉള്ളത്. അപ്പോൾ R4 plus 2R1 എന്ന് എഴുതി. +2 എഴുതാൻ കാരണം ഇവിടെ -2 ഇൻറ്റു 1 ഇൻറ്റു 2 വരുമ്പോഴല്ലേ ഇത് -2 + 2 വരത്തുള്ളൂ. അപ്പോൾ -2 + 2 വരുമ്പോൾ അത് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ എനിക്കിവിടെ 0 എന്ന് എഴുതാം. അടുത്ത R4ലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 2 + 2 ഇൻറ്റു R1ലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 0. സോ അവിടെ ഞാൻ എന്ത് എഴുതി, 2 എന്ന് എഴുതി. അടുത്ത R4ലെ തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 8 + 2 ഇൻറ്റു R1ലെ തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 2. അപ്പം 8 + 4 എന്ന് പറയുന്നത് 12. അടുത്ത R4ലെ ഫോർത്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് 0 + 2 ഇൻറ്റു R1ലെ ഫോർത്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് 1. സോ ഇപ്പോൾ ഇവിടെ വരേണ്ടത് 2 ആണ്. അപ്പോൾ 2 12 2 എന്ന് വരും. അപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്താ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് താഴോട്ടുള്ള ആൾക്കാരെല്ലാവരും 0 ആക്കി. അപ്പോൾ അത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇല്ലായിരുന്നെങ്കിലുള്ള പ്രശ്നം നോക്കി, ഇവിടെ 0, ബാക്കി എല്ലാവരും ഇവിടെ എലമെൻ്റ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ഈ ഒരു എക്ലോൺ ഫോമിലേക്ക് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഓർക്കുക, ആദ്യത്തെ എലമെൻറ്റ് 0 ആയി പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം ആ 0യുടെ താഴെ എല്ലാവരും 0 ആണോ എന്ന് നോക്കണം. 0 അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് റോയെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, തീർന്നിട്ടില്ല, നമുക്കിനി ബാക്കി പറയുവാണെങ്കിൽ ഓക്കെ, ബാക്കി പറയുവാണെങ്കിൽ നമ്മൾ ഈ മെട്രിക്സിനൊന്നുകൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്താ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. അതിന് താഴെയുള്ള ഈ രണ്ടാൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 0 ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ടുപേരെ 0 ആക്കാൻ പോകുമ്പോഴേക്കും ഇതെങ്ങനെ ഒരു ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോയെ ഞാൻ അതുപോലെ തന്നെ എഴുതി 1 0 2 1. സെക്കൻഡ് റോയിൽ ആ താഴോട്ട് 0 ആക്കാൻ പോകണം. സെക്കൻഡ് റോ ഞാൻ ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി അതിന് താഴേക്ക് 0 ആക്കാൻ പോവാം. 1ന് താഴെയുള്ള ഈ രണ്ടുപേരെയാണ് ഞാൻ ഇനി 0 ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, R3 implies R3 + R2. സെക്കൻഡ് റോ ആണ് ഫിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ സെക്കൻഡ് റോ ആണ് ഞാനിവിടെ യൂസ് ചെയ്തത്. വേണ്ട എല്ലാം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി. പിന്നെ സെക്കൻഡ് റോ ഇവിടെ R1 ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് R1 യൂസ് ചെയ്ത് ബാക്കി എല്ലാവരെയും അറേഞ്ച് ചെയ്തത്. ഓക്കെ, ഇവിടെ നോക്കിക്കുക, R3 + R2 ചെയ്യുമ്പം -1 + 1 0 ആണ് വരുന്നത്. ഇവിടെയും 0 ആണ് വരുന്നത്. 2ഉം -2ഉം കൂടെ അത് 0 ആണ് വരുന്നത്. -1 + 1 0 ആണ് വരുന്നത്. ഇനി R4 implies, R4 എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ R4 -2 ഇൻറ്റു R2. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു -2 വന്നാലല്ലേ 2 - 2 0 ആകത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും 0 ആയി. അടുത്ത എലമെൻറ്റ് നോക്കിക്കോളേ, 12 R4ലെ തേർഡ് എലമെൻറ്റ് -2 ഇൻറ്റു R2ലെ തേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ 12 + 4 എന്നാണ് പറയുന്നത്. 12 + 4 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരേണ്ടത്, 16 ആണ് വരേണ്ടത്. അടുത്ത എലമെൻറ്റ് നോക്കിക്കോളേ, ഫോർത്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. -2 ഇൻറ്റു R2ലെ ഫോർത്ത് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 2 - 2 = എന്താ വരുന്നത്, 0 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. തേർഡ് റോയിൽ നോൺ സീറോ എലമെൻറ്റ് ഇല്ല. ഫോർത്ത് റോയിലാണ് നോൺ സീറോ എലമെൻ്റ് ഉള്ളത്. അതിൻ്റെ താഴോട്ട് 0 ആക്കാനില്ല. പക്ഷേ ഇത് എക്ലോൺ ഫോമിലാണോ, ഇത് എക്ലോൺ ഫോമിലാവണമെങ്കിൽ എന്തായിരിക്കണം, ഓരോ റോ കഴിയുമ്പോഴുള്ള 0യുടെ എണ്ണം കൂടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് റോയിൽ 1ന് മുന്നേ എഴുതാൻ 0 ഇല്ല. സെക്കൻഡ് റോയിൽ 1ന് മുന്നേ ഒരു 0. തേർഡ് റോയിലാണെങ്കിൽ 4 0. അതിൻ്റെ അടുത്ത റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുന്നേ 2 0. പ്രശ്നമായില്ലേ? ഇത് എക്ലോൺ ഫോം അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോബ്ലം നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഈ രണ്ട് റോയെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് എക്ലോൺ ഫോം ആവും. നോക്കിക്കേ, തീർച്ചയായിട്ടും ആവും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് രണ്ട് റോയും അതുപോലെ ഫിക്സ് ചെയ്തു, രണ്ടാമത്തെ റോയും അതുപോലെ തന്നെ എഴുതി. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, R3യെ മാറ്റിയിട്ട് അവിടെ R4നെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ 0 0 16 0 മുകളിലേക്ക് വന്നു, 0 0 0 0 താഴേക്ക് പോയി. ഇനി ഇത് എക്ലോൺ ഫോം ആണോ നോക്കിക്കേ. എന്തുവാ, ആദ്യത്തെ നോൺ സീറോ 1 ആണ്, അതിന് മുന്നേ ഒരു 0 വന്നു. അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 16 ആണ്, അതിന് മുന്നേ 2 0. അപ്പോൾ ഈ റോയിലുള്ള 0യേക്കാളും കൂടി. അതിൻ്റെ അടുത്ത റോയിൽ അതിനേക്കാളും കൂടുതൽ 4 0. അപ്പോൾ ഓരോ റോ കഴിയുമ്പോൾ 0യുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെ. ഇനി ഒരു കണ്ടീഷനും കൂടി ആവണം, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് റോയിൽ അത് ഓക്കെയാണ്, സെക്കൻഡ് റോയിൽ ഓക്കെയാണ്. തേർഡ് റോയിൽ 16 ആണ് വന്നിരിക്കുന്നത്. അതിനെ 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 16 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 1 0 2 1 0 1 -2 1. അടുത്ത റോയെ ഞാൻ എന്ത് ചെയ്തു, 16 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് എന്താണ്, R3 implies R3 / 16.
ഇപ്പോഴെന്തായി എക്ലോൺ ഫോമായി. therefore റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എത്ര റോയിൽ എലമെന്റ് ഉണ്ട്? ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും തേർഡ് റോയിലും എലമെന്റ് ഉണ്ട്. 3 റോയിലും എലമെന്റ് ഉള്ളത് കാരണം റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു റോ ഫുൾ അങ്ങ് 0 ആയിപ്പോയി. അപ്പോൾ അത് എക്ലോൺ ഫോം അല്ല എന്ന് വിചാരിക്കരുത്. എക്ലോൺ നമ്മൾ സമാധാനത്തോടെ ചിന്തിക്കണം. ഇത് രണ്ടിനെയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ ഈ റോയിലുള്ള 0യുടെ എണ്ണത്തെക്കാളും കൂടുതൽ അടുത്ത റോയിൽ വരും. അതിൻ്റെ അടുത്ത റോയിൽ വീണ്ടും 0യുടെ എണ്ണം കൂടും. അപ്പോൾ ഫസ്റ്റ് റോയിൽ 0 1, അതിൻ്റെ അടുത്ത റോയിൽ വന്നപ്പോൾ 0യുടെ എണ്ണം 2, പിന്നെ എൻ്റെ അടുത്ത റോയിൽ 0യുടെ എണ്ണം. അപ്പോൾ ഓരോ റോ കഴിയുന്നതും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ മുന്നേ 0യുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ കണ്ടീഷൻ ഓക്കെ ആയി. പിന്നെ ഫസ്റ്റ് എലമെൻറ്റിനെ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോലെ, ഏതാണോ ഫസ്റ്റ് എലമെൻറ്റ് കിടക്കുന്നത് അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ എക്ലോൺ ഫോം ആയി കഴിഞ്ഞേ. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കും. കാരണം നമ്മളിങ്ങനെ തെറ്റിക്കും. ഇതുപോലെ ഇടയ്ക്ക് 0 വരുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുവേ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ടേ. ഞാൻ ബൈ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം എന്ന് എഴുതിയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എക്ലോൺ ഫോമിൻ്റെ മാത്രമല്ല എഴുതിയത്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. അപ്പോൾ ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മെട്രിക്സ് എന്നും. അപ്പോൾ ഇവിടെ എനിക്ക് എക്ലോൺ ഫോം ആക്കണം നിർബന്ധമില്ല. റോ റെഡ്യൂസ്ഡ് ആയി ചെയ്താലും മതി. ക്വസ്റ്റ്യനിൽ എക്ലോൺ ഫോം എന്ന് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എക്ലോൺ ഫോം ആക്കിക്കോ. ഞാൻ ഇന്നലെ റോ റെഡ്യൂസ്ഡ് ആക്കിയിട്ട് റാങ്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ഉണ്ട്, അതിനൊന്നും ചെയ്യുന്നില്ല. അതിന് അതുപോലെ തന്നെ എഴുതി വെച്ചു 5 6 7 8. അടുത്ത റോയിൽ ഫസ്റ്റ് എനിക്കിപ്പോൾ എന്താ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 5 ഉള്ളത് കാരണം അതിൻ്റെ താഴേക്ക് 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ R2 ഇംപ്ലൈസ് R2, ഇവിടെ 5ഉം ഇവിടെ 6ഉം ആവുന്നേക്കണം. അതെങ്ങനെ 0 ആക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 5 ഇൻറ്റു R2 മൈനസ് 6 ഇൻറ്റു R1. ഓക്കെ, 5 ഇൻറ്റു 6 വരുമ്പോൾ അതെന്താവും? 30 മൈനസ് 6 മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 മൈനസ് 30 0 ആയില്ലേ. എന്ത് എളുപ്പമാണ്. അപ്പം നമ്മൾ 1 ആക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇതുപോലെ വരുന്ന കേസിൽ എന്ത് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ വരുന്ന വാല്യൂവിനെ മുകളിൽ കിടക്കുന്ന വാല്യൂവിനെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടിനെയും കൂടി സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക ചെയ്താൽ അപ്പോൾ അത് 0 ആയി മാറി. ഇനി ഇതേപോലെ നോക്കിക്കേ, 7 ഇൻറ്റു 5 35 മൈനസ് 6 ഇൻറ്റു 6 36. അപ്പോൾ അതെന്താ ഇവിടെ വരണം? ഇവിടെ -1 എന്ന് വന്നു കേട്ടോ. അടുത്ത 8 ഇൻറ്റു 5 40 മൈനസ് 7 ഇൻറ്റു 6 42. അപ്പോഴേക്ക് എന്താ വരണം? 40 മൈനസ് 42 -2 എന്നാണ് വരണം. അടുത്ത 9 ഇൻറ്റു 5 45 മൈനസ് 8 ഇൻറ്റു 6. അപ്പോൾ അത് 40. ഇവിടെ എത്ര വരിക? ഇവിടെ -3 വരുന്നുണ്ട്. ഓക്കെ, ഇനി R3 ഇംപ്ലൈസ് നോക്കിക്കേ, ഇവിടെ 11 ഇവിടെ 5 അടക്കണം. എങ്ങനെ 0 ആക്കുന്ന ആലോചിച്ച് കഷ്ടപ്പെടരുത്. ഈ 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 11നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5 ഇൻറ്റു R3 മൈനസ് 11 ഇൻറ്റു R1. അപ്പോൾ 11ൻ്റെ കൂടെ 5 വരുമ്പോൾ ഇവിടെ 55, മുകളിൽ 5ൻ്റെ കൂടെ 11 വരുമ്പോൾ അവിടെ 55. അപ്പോൾ 55 മൈനസ് 55 ഇത് 0 ആവുന്നുണ്ട്. 12 ഇൻറ്റു 5 60 മൈനസ് 66 എന്ന് വരുമ്പോഴേക്കും ഇത് -6 ആവുന്നുണ്ട്. അതുപോലെ 13 ഇൻറ്റു 5 മൈനസ് 11 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു ഇത് -12 ആവുന്നുണ്ട്. ദെൻ 14 ഇൻറ്റു 5 മൈനസ് 11 ഇൻറ്റു 8 എന്ന് പറയുമ്പോഴേക്കും ഇത് -18 ആവുന്നുണ്ട്. കാൽക്കുലേറ്റർ അടിച്ച് നമുക്ക് ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്. അടുത്ത R4 ഇംപ്ലൈസ് ഇവിടെ 16 മുകളിൽ 5 ആണേ. സോ 5 ഇൻറ്റു R4 മൈനസ് 16 ഇൻറ്റു R1. ഈ 16ൻ്റെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇത് 0 ആയി. 17 ഇൻറ്റു 5 മൈനസ് 16 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു ഇത് -11 എന്നാണ് വരുന്നത്. അടുത്ത 18 ഇൻറ്റു 5 മൈനസ് 16 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു -22. ദെൻ 19 ഇൻറ്റു 5 മൈനസ് 16 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു -33. സോ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ നമ്മൾ 0 ആക്കി. അടുത്ത സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ 0 ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 റോയിൽ നമ്മൾ അതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചു. അതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ 5 6 7 8 0 -1 -2 -3. ഓക്കെ, ഇനി R3 ഇംപ്ലൈസ് ഇവിടെ -6 ആവുന്നേക്കണം എനിക്ക് 0 ആക്കാനായിട്ട്. R3 മൈനസ് 6 R2 എന്ന് എഴുതും. കാരണം ഇവിടെ -6ഉം ഈ -1ൻ്റെ കൂടെ -6 മൾട്ടിപ്ലൈ ചെയ്ത് +6 ആവും. സോ -6ഉം +6ഉം വരുമ്പോൾ അതൊന്ന് 0 ആയി പോയിക്കോളും. അടുത്ത -12 -6 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -12ഉം +12ഉം വരും. സോ അതും അങ്ങ് 0 ആയി പോവും. അടുത്ത് നോക്കിക്കേ, -18 -6 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ +18. സോ അതും 0 ആയി. അടുത്ത R4 ഇംപ്ലൈസ് R4 മൈനസ് 11 ഇൻറ്റു R2. സോ 11 + 11 വരുന്നു, -11ഉം +11ഉം വരുമ്പോൾ അത് 0 ആവും. -22ഉം +22ഉം വരുമ്പോൾ അതും 0 ആവും. -33ഉം +33 വരുമ്പോൾ അതും 0 ആയി. എന്ത് പെട്ടെന്ന് തീർന്നതെന്ന് നോക്കി.
ഫൈൻഡ് ദ റാങ്ക് എന്ന് മാത്രമേ ഇല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം ഇവിടെ തീർന്നു. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഉണ്ട്, അതിന് താഴോട്ടെല്ലാവരും സീറോയാണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ സീറോയാണ്. ഇനി ഇത് വേറെ നോക്കേണ്ട, ഓരോ റോ കഴിയുമ്പോഴും സീറോയുടെ എണ്ണം കൂടുതലാണ്. അപ്പം വെറുതെ ഫൈൻഡ് ദ റാങ്ക് ആണെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോം ഇവിടെ വെച്ച് നമുക്ക് എന്ത് എഴുതാം? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2, റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് പ്രോബ്ലം തീരും. ബട്ട് ക്വസ്റ്റിനകത്ത് ഡെഡ്യൂസ് ടു എക്ലോൺ ഫോം എന്നുണ്ടെങ്കിൽ, റെഡ്യൂസ് ടു എക്ലോൺ ഫോം എന്നും കൂടെ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യും? ഫസ്റ്റ് റോയെ നമ്മൾ R1 implies R1/5. So ഇത് 1 6/5 7/5 8/5 now, and R2 implies R2 into -1. So ഇത് 0 1 2 3, ബാക്കി എല്ലാവരെയും 0. അത് എക്ലോൺ ഫോം എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഇതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. ഇത് എക്ലോൺ ഫോം തന്നെയാണ് റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ. എന്തേ വ്യത്യാസമുള്ളൂ? ആദ്യത്തെ എലമെൻ്റ് എല്ലാം 1 ആവണം എക്ലോൺ ഫോം ആവണമെങ്കിൽ, ബാക്കി സ്റ്റെപ്പ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ബൈ റെഡ്യൂസിങ് ടു എക്ലോൺ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇതൊക്കെ 7 മാർക്കിനും 5 മാർക്കിനും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് എന്തുവാ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ വെറുതെ ഇവിടെ ഫസ്റ്റ് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കണം എന്ന് എക്ലോൺ ഫോമിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 1 ആക്കിയിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രാക്ഷനൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഫ്രാക്ഷൻ അപ്പോഴേ ഏറ്റവും അവസാനം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ റാങ്ക് ഓഫ് എ 2 എന്ന് കിട്ടിയില്ലേ. അടുത്ത് ഞാൻ പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാം. എ ഇസ് ഈക്വൽ ടു 3 0 2 2, then -6 42 24 54, then 21 -21 0 -15. ഇതിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിപ്പോൾ എടുത്ത് തന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം എന്ത് മാത്രമേ ഉള്ളൂ? എക്ലോൺ ഫോം തന്നെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഒന്നായിരിക്കണം. ഓരോ റോ കഴിയുമ്പോഴും ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിന് മുന്നേ ഉള്ള സീറോയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കണം. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 0, അടുത്ത റോയിൽ സീറോയുടെ എണ്ണം കൂടണം. ഓക്കെ, ഇത് എക്ലോൺ ഫോം. എക്ലോൺ ഫോം അല്ല റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആവണമെന്ന് നിർബന്ധമില്ല. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കണം. ഓരോ പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കണം. കേട്ടിരിക്കുമ്പം അല്ലെങ്കിൽ കണ്ടിരിക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു. നമ്മൾ തനിയെ ചെയ്ത് ആൻസർ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്ലോൺ ഫോം എന്താണെന്നും റോ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്താണെന്നും അതുപോലെ തന്നെ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താണെന്നും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും മറക്കരുത്, റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ റെഡ്യൂസ് ചെയ്തതിന് ശേഷം എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് നോൺ സീറോ റോസ് തന്നെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. നിങ്ങളുടെ സിലബസിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തൊക്കെ ടൈപ്പാണുള്ളത്, എങ്ങനെയാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വരുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്.